ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് അങ്ങനെ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം അതിജാഗ്രതയിലാണ്. മറ്റിടങ്ങളിലും കേരളത്തിലടക്കം ജാഗ്രതയോടുകൂടി തന്നെയാണ് എല്ലാ സേനാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന. കഴിഞ്ഞ ദിവസങ്ങളിൽ പല മിലിറ്ററി ക്യാമ്പുകളിലേക്കും എക്സ് സർവീസ്മെന്നെ വരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന സർവ്വസജ്ജമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ BSF അടക്കം എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തി കാത്തിരിക്കുന്നു എന്നതാണ്. വ്യോമസേനയും നാവികസേനയും കരസേനയും മുന്നിട്ടിറങ്ങുമ്പോൾ ഇന്ത്യയുടെ മറ്റ് പ്രതിരോധ സേനകൾ, അത് CRPFന്റെ അടക്കം ആവശ്യമെങ്കിൽ ഒരുപക്ഷെ അതിനുപോലും തയ്യാറായി തന്നെയാണ്. ഒപ്പം തന്നെ നോർത്തേൺ കമാൻഡ്, അങ്ങനെ പല വിധത്തിൽ നമ്മുടെ കരസേനയുടെയൊക്കെ എല്ലാ കമാൻഡുകളും എല്ലാ ബറ്റാലിയനുകളും ഒക്കെ പൂർണ്ണമായി സജ്ജമായി നിൽക്കുകയാണ്. പൂർണ്ണ തോതിൽ ഒരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ വരികയാണെങ്കിൽ അതിന് തക്ക മറുപടി സ്വാഭാവികമായി ഇന്ത്യക്ക് നൽകേണ്ടി വരും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞാണ്. ആ തയ്യാറെടുപ്പുകളുടെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന S-400 എന്ന സുദർശൻ ചക്ര പ്രതിരോധ സംവിധാനത്തിലൂടെ പാകിസ്ഥാൻ കശ്മീരിലേക്കുമൊക്കെ പറത്തിയ ഡ്രോണുകളെ, മിസൈലുകളെ ഒക്കെ ഇന്ത്യ തകർത്തെറിഞ്ഞത്. ഒപ്പം പാകിസ്ഥാന്റെ 3 പോർ വിമാനങ്ങളെ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ആ പോർ വിമാനങ്ങൾ ഇന്ത്യയുടെ ആകാശ അതിർത്തി കടന്നു വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ അവയ്ക്കെതിരെ ആ നിലപാടെടുക്കുകയും ചെയ്തത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലോ മറ്റു നടപടികളിലോ ഒന്നും ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് കടന്നിട്ടില്ല. അത് ഒരു മര്യാദയുടെ ഭാഗമായി നമ്മൾ ചെയ്തതാണ്. നമ്മുടെ ഡ്രോണുകളും മിസൈലുകളും കൃത്യമായി ലക്ഷ്യം ഭേദിക്കുകയായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതേ നിലയ്ക്കുള്ള മറുപടിയിലേക്കും അതേ നിലയ്ക്കുള്ള ആക്രമണത്തിലേക്കും ഇന്ത്യക്ക് പോകേണ്ടതായി വരും. ഇന്ന് 5:30-ക്കും വിദേശകാര്യ സെക്രട്ടറി അടക്കം കൃത്യമായി പറഞ്ഞതാണ് എന്താണ് ഇന്ത്യ ചെയ്തത്, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ചെയ്യേണ്ടി വന്നത്, ഇന്ത്യയുടെ നിലപാട് എന്ത് ലോകത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തിയതാണ്. പാകിസ്ഥാന് പക്ഷേ അതൊന്നും ബോധ്യമാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാകാനുള്ള പക്വതയില്ലാത്ത ഒരു രാജ്യമായി, അല്ലെങ്കിൽ കുറേ തലതെറിച്ച ആളുകൾ മാത്രം നയിക്കുന്നത്, അത് അവിടുത്തെ സൈന്യമാണെങ്കിലും സർക്കാരാണെങ്കിലും എന്തൊരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് തീരുമാനമെടുക്കണം, ഒരു രാജ്യത്തെ സാധാരണക്കാരെ ഒരു രാജ്യമെന്ന നിലയ്ക്ക് സമാധാനവും സംരക്ഷണവും ഒക്കെ നൽകി എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കാനുള്ള ശേഷി പോലുമില്ലാത്ത ഷഹബാസ് ഷെരീഫിനെ പോലെ, അല്ലെങ്കിൽ ബിലാവൽ ഭൂട്ടയെ പോലെ, ഇന്ത്യക്കാരുടെ രക്തം നദിയിൽ ഒഴുകുമെന്ന് പറയുന്ന ബിലാവൽ ഭൂട്ടയെ പോലെയുള്ള ആളുകളൊക്കെയാണ് അവരുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലുള്ളത്. അവിടുത്തെ സൈനിക തലവനടക്കം വളരെ തീവ്രമായ നിലപാടുകൾ സൂക്ഷിക്കുന്നവരാണ്. ഇതിനു മുൻപ് പെഹൽഗാമിലൊക്കെ അറ്റാക്കിന് മുൻപ് തന്നെ ഇന്ത്യക്കെതിരായ പല പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ് അവിടുത്തെ സൈനിക തലവൻ. അവരടക്കമുള്ളവർ നയിക്കുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്തെ ജനതയെ പോലും ദുരിതാവസ്ഥയിലേക്ക് കടത്തിവിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ത്യ പക്ഷേ ഇന്ത്യ എടുത്ത നടപടികളെല്ലാം, അത് ഓപ്പറേഷൻ സിന്ദൂറിലാണെങ്കിലും ഇന്ന് രാവിലെ നമ്മൾ നൽകിയ തിരിച്ചടിയാണെങ്കിൽ പോലും കൃത്യമായി ശത്രുവിൻ്റെ കേന്ദ്രങ്ങളെ, അത് ഭീകരവാദി കേന്ദ്രങ്ങൾ, ഇന്ന് നമ്മൾ നൽകിയത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുള്ള മറുപടി. അങ്ങനെ ഒരു കൊളാട്രൽ ഡാമേജ് എന്ന നിലയ്ക്ക് പോകാതെ ഇന്ത്യ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായാണ്, നിയന്ത്രിതമായാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അതെല്ലാം ഉണ്ടാകുന്നതാണ്. ബസന്ത് തുടരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബസന്ത്, ഇതൊരു തുറന്ന യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഡൽഹിയിൽ സ്വാഭാവികമായും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ടാകണം. IPL അടക്കം നിർത്തിവെക്കുന്ന സാഹചര്യം. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ, സൈന്യ നേതൃത്വം ഇതിനെ കാണുന്നത്? ഇതിനുള്ള മറുപടി ഇന്ന് തന്നെ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സൈനിക നടപടികളിലേക്ക് പോകേണ്ടി വരുമോ? ദിവേഷ്, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് 2 JF-17 നഷ്ടപ്പെട്ടു എന്നുള്ളതും. മാത്രമല്ല കിഴക്കൻ മേഖലയിൽ, അതായത് ഈസ്റ്റേൺ കോറിഡോറിൽ പാക് സൈന്യത്തിന് വലിയ തോതിൽ അത്യാഹിതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ DG-ISPR ഇപ്പോൾ പാകിസ്ഥാനിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉപയോഗിച്ച വാക്ക് "വി ആർ കൺഫേമിംഗ് ദാറ്റ് വി ഹാവ് ലോസ്റ്റ് 2 JF-17" എന്നാണ് DG-ISPR അല്പസമയം മുമ്പ്, അതായത് പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് 2 JF-17 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും അവർ സമ്മതിക്കുന്നു. അപ്പോൾ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോഴും ആ ഭാഗത്ത് നടക്കുന്ന. ജമ്മുവിലും അതോടൊപ്പം പത്താൻകോട്ടിലും ഒക്കെ നടക്കുന്നത് വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നു. പാകിസ്ഥാൻ്റെ പോർ വിമാനങ്ങളെ ഇന്ത്യ തകർത്തപ്പോൾ അതോടൊപ്പം പോയത് പാകിസ്ഥാൻ പൈലറ്റുമാരാണ്. അപ്പോൾ വലിയ തോതിൽ ജീവഹാനി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ "വി ആർ അറ്റ് വാർ" എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ യുദ്ധം തന്നെയാണ്, യുദ്ധസമാനം എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ വലിയ യുദ്ധം തന്നെയാണ് അതിർത്തിയിൽ നടക്കുന്നത്.
കിഴക്കൻ ഇന്ത്യയുടെ ജമ്മു കാശ്മീർ, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന് തന്നെ പറയാം. പാകിസ്ഥാൻ ഡ്രോൺ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ ഇന്ത്യ ചെറുത്തിട്ടുണ്ട്. പോർവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെയും ഇന്ത്യ നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ തോതിൽ ഷെല്ലിംഗ് നടക്കുന്നുണ്ട് അതിർത്തിയിലും അതോടൊപ്പം തന്നെ നിയന്ത്രണ രേഖയിലുമൊക്കെ തന്നെ. പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ സൈനിക സന്നാഹങ്ങളാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻസ് ആണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതായത് ഉധംപൂരിലെ നോർത്തേൺ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ലക്ഷ്യമിട്ടത്. പക്ഷേ ഇന്ത്യയുടെ S-400 ട്രയംഫ് മിസൈലുകൾ അവയെല്ലാം തന്നെ പ്രതിരോധിച്ചിരുന്നു. 8 മിസൈലുകളാണ് ഇന്ത്യക്ക് ലക്ഷ്യമാക്കി അവർ അയച്ചത്. അവയെല്ലാം തന്നെ തകർത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ജമ്മുവിൽ അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈയാമ്പാറ്റകളെ പോലെ തന്നെ ഈ ഡ്രോൺ മിസൈലുകളെ S-400 മിസൈലുകൾ തകർക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്നൊക്കെ തന്നെ വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഇതാണ്, 2 JF-17 അതായത് ചൈനീസ് നിർമ്മിത പോർവിമാനങ്ങൾ തകർന്നു എന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നു. F-16 കാര്യത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ ആ സമ്മതം അറിയിക്കാത്തത്. അതിന് കാരണങ്ങൾ മറ്റാണ്. ഈ F-16 അമേരിക്ക കൈമാറുമ്പോഴുള്ള ഉടമ്പടി എന്ന് പറയുന്നത് യുദ്ധത്തിനായിട്ടും മറ്റ് ഈ യുദ്ധ സമാനമായ സാഹചര്യങ്ങൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കാനോ ഇവ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്ക നൽകിയിട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള കരാർ. അത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കയുടെ സഹായം നിൽക്കുന്നൊരു സാഹചര്യം വരും. നേരത്തെ സമാനമായ സാഹചര്യത്തിൽ ഇന്ത്യ F-16 അടിച്ച് ഇട്ടപ്പോൾ പാകിസ്ഥാൻ അത് നിഷേധിച്ചിരുന്നു. ഇന്ത്യ ആ F-16 അവശിഷ്ടങ്ങളുടെ തെളിവുകൾ ഹാജരാക്കിയാണ് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ടുള്ള ആ കരാർ ലംഘിച്ച് F-16 ഒരു രാജ്യത്തിനെതിരെ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ ഒരു സുഹൃത്ത് രാജ്യത്തിനെതിരെ ഇത് പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് F-16 വിമാനങ്ങൾ പാകിസ്ഥാന് അമേരിക്ക കൈമാറുന്നത്. ഏതായാലും ഇപ്പോൾ ഇക്കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു, 2 പോർ വിമാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്.